ഓക്കെ, നമുക്ക് പ്രോബ്ലം കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ ഇത് എന്താണ്, F11 കാണാനായിട്ട് ഇന്റഗ്രൽ ഓഫ് M1 into M1 by EI. 11 എന്ന് പറഞ്ഞാല് ഫസ്റ്റ് കോർഡിനേറ്റില് യൂണിറ്റ് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ്, ഫസ്റ്റ് കോർഡിനേറ്റിൽ തന്നെ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ്. അതിനൊപ്പം നമ്മൾ രണ്ടും, അപ്പൊ നിങ്ങൾ ഇത് നോക്കിയാൽ മതി. F11 ആണെങ്കിൽ M1 into M1 by EI, F22 ആണെങ്കിൽ M2 into M2 by EI, F33 ആണെങ്കിൽ M3 into M3 by EI, then F12 ആണെങ്കിലോ M1 into M2 by EI. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി ഡയറക്റ്റ്, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇനി നമ്മളിപ്പം കറസ്പോണ്ടിങ് ആയിട്ട് M1 എത്രയാണ് ഓരോ മെമ്പറിലെയും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡി സിയിൽ എത്രയാണ്, സി ബിയിൽ എത്രയാണ്, ബി എയിൽ എത്രയാണ്. അപ്പൊ M1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ M1 into M1 ആകുമ്പോൾ M1 ഡി സിയിൽ എത്രയാണ്, -x into -x by EA. സിമിലർലി സി ബിയിൽ വരുമ്പോൾ -5 into -5 by 4EA. ആൻഡ് ബി എ വരുമ്പോൾ x-5. രണ്ടും M1 തന്നെ, x-5 into x-5 by 4EA. ഇത് ചെയ്യാ ബാക്കി. ഇപ്പൊ ഞാൻ എന്താണ് ഇതെല്ലാത്തിനെയും 1/EI എല്ലാത്തിനെയും പുറത്തെടുത്തു, അതായത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂസ് എല്ലാം പുറത്തേക്ക് എടുത്തു. ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/EI into x² ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താണ്, x raised to n, ഇന്റഗ്രൽ ഓഫ് x raised to n എന്ന് പറഞ്ഞാല് x raised to n plus 1 by n plus 1. ഇന്റഗ്രേഷൻ ഒക്കെ എല്ലാവർക്കും അറിയായിരിക്കും. സോ x³ by 3 എവിടെ തൊട്ട് എവിടെ വരെ, 0 to 5 plus 25 by 4EI. ഇന്റഗ്രൽ ഓഫ് 1dx, കോൺസ്റ്റന്റ് ഇന്റഗ്രേറ്റ് ചെയ്താൽ വിത്ത് റെസ്പെക്ട് ടു ഏത് വേരിയബിൾ ആണോ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ആ വാല്യൂ. ഇന്റഗ്രൽ ഓഫ് 1dx എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ആണ്. സോ ഇവിടെ 1dx എന്ന് പറഞ്ഞാൽ എക്സ്, ആൻഡ് എക്സ് എവിടെ തൊട്ട് എവിടെ വരെ വേരി ചെയ്യുന്നു, 0 to 10 plus 1/4EI. ഇവിടെ ഓരോന്ന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാം. x² വരുമ്പോൾ x² ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ x³ by 3 മൈനസ് 10 into എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ x²/2 പ്ലസ് 25 into 1 അല്ലേ, 1dx എന്ന് പറഞ്ഞാൽ അത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x ആയി. എവിടെ തൊട്ട് എവിടം വരെ, 0 to 10 ഈക്വൽ ടു എക്സിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/EI 5³ by 3 പ്ലസ് 25/4EI. എക്സിന് 10, ശരിക്കും 10 മൈനസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഇവിടെ ലോവർ ലിമിറ്റ് 0 ആണ്, 5³ മൈനസ് 0³ എന്ന് വരും. അപ്പൊ നമുക്ക് ആ 0യുടെ ടേം എഴുതേണ്ട കാര്യമില്ല. സിമിലർലി ഇവിടെ 10 മൈനസ് 0, സോ 10 തന്നെ എഴുതി, പ്ലസ് 1/4EI. x³ 10³ by 3 minus 10 into 10^2 plus 25 into 10 equal to 1/EI. എല്ലാം ഞാൻ മൾട്ടിപ്ലൈ ചെയ്യണം ഉള്ളിലേക്ക്. ഓക്കെ, ഇത് കാൽക്കുലേറ്ററിൽ ഡയറക്ട്ലി നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. കിട്ടുന്ന ആൻസർ 125/EI ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇതെന്താ ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത്, F11 ആണ്. ഞാൻ ഈ വാല്യൂ എടുത്തെഴുതാണ്, അതായത് ഇപ്പൊ നമ്മൾ ഡയറക്ട്ലി ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക, എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് F11 ആണ്. ഞാൻ ഇവിടെ F11 എന്നുള്ളത് എടുത്തെഴുതാണ്. F11 equal to 125/EI. ചെയ്ത് നോക്കാം. ഇനി സിമിലർലി നമുക്ക് F22 കാണാം. ഞാനപ്പോ ഈ എഴുതിയിട്ടുള്ളത് മായ്ച്ചോട്ടെ, ആർക്കെങ്കിലും എഴുതിയെടുക്കാനുണ്ടോ? നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടോ? അപ്പം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഞാൻ F22 ചെയ്യാം.
ഇവിടെ നമ്മള് F22 ആണ് കാണാൻ പോകുന്നത്. F22 വരുമ്പോ എന്തായി M2 into M2 ഡിവൈഡഡ് ബൈ EI into DX. ഇനി ഓരോ മെമ്പറിലെയും സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. എന്താണ് ഇന്റഗ്രൽ ഫസ്റ്റ് DC എന്ന് പറയുന്ന മെമ്പറിൽ എത്ര ലിമിറ്റ് 0 to 5 M2 into M2 എന്താണ് 0 ആണ് 0 by EI into DX. അപ്പൊ പിന്നെ അത് 0 ആയിപ്പോയി. ദെൻ രണ്ടാമത്തത് CB എന്ന് പറയുന്ന മെമ്പർ ലിമിറ്റ് ഏതാ 0 to 10 M2 into M2 ന്റെ വാല്യൂ -x into -x by EI into DX പ്ലസ് അടുത്ത മെമ്പർ BA ലെ ലിമിറ്റ് 0 to 10 M2 into M2 ന്റെ വാല്യൂ എന്താണ് -10 into -10 by ഇവിടെ EI യുടെ വാല്യൂ എന്താണ് 4EI ആണ് ഇവിടെ 4EI by 4EI into DX കറസ്പോണ്ടിങ് ഏത് മെമ്പർ ആണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള EI യുടെ വാല്യൂ കൊടുക്കാം ഈക്വൽ ടു ഇതെന്താ 0 ആയി പോയി ദെൻ ഇന്റഗ്രൽ 0 to 10 -x into -x എന്താണ് x square by 4EI dx plus integral 0 to 10 -10 into -10 100 by 4EI dx. ഇതിൽ നിന്ന് കോൺസ്റ്റന്റ് ടേംസിനെ ഞാൻ പുറത്തെടുക്കുകയാണ് 1 by 4EI into ഇന്റഗ്രൽ x സ്ക്വയർ dx ഒരു സ്റ്റെപ്പ് ഞാൻ കുറയ്ക്കുകയാണ് ഇന്റഗ്രൽ x സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് x³ by 3 ആണ് x³ by 3 അതിന്റെ ലിമിറ്റ് എത്ര വരും 0 to 10 പ്ലസ് 1 by 4EI പുറത്തേക്ക് എടുത്തു ഇവിടെ 100 dx ആണ് ഞാൻ 100നെ കൂടെ പുറത്തേക്ക് എടുക്കുകയാണ് ഇൻറ്റു 1 dx വരും 1 dx ഇന്റഗ്രൽ 1 dx എന്ന് പറഞ്ഞാൽ x അതിന്റെ ലിമിറ്റ് 0 to 10 ഇനി ഇതിന് ഞാൻ ലിമിറ്റ് കൊടുത്തു കഴിയുമ്പോൾ 1 by 4EI x³ പകരം x പകരം 10 സോ 10³ എന്ന് വെച്ചാൽ 1000 by 3 plus 100 by 4EI into 10 equal to എത്ര വരും വാല്യൂ 1000 by 12EI plus 1000 by 4EI സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ വരിക 333.33 ഡിവൈഡഡ് ബൈ EI ഈ കിട്ടിയത് എന്ത് വാല്യൂ ആണ് നമുക്ക് F22ന്റെ വാല്യൂ ആണ് 333.33 ഡിവൈഡഡ് ബൈ EI സിമ്പിൾ ഡയറക്റ്റ് ഒന്നും ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആയാൽ ബാക്കിയെല്ലാം സെയിം മെത്തേഡിൽ ഫോളോ ചെയ്ത് പോവാം F22 കിട്ടി ഇനി നമുക്ക് എന്താ വേണ്ടത് F33 കാണാം സെയിം ഇക്വേഷൻ തന്നെ ആകെ വാല്യൂസ് ഇതാ ഈ ഒരു ടേബിൾ ഫോമിൽ എഴുതിയാൽ ടേബിളിന് ഡയറക്റ്റ് എടുത്ത് എഴുതിയാൽ മതി ഇനി F33 കാണാവും F33 എന്ന് പറയുമ്പോൾ M3 into M3 divided by EI into DX M3 എന്താണ് M3 എന്ന് പറയുന്നത് വാല്യൂ 1 ആണ് എല്ലാത്തിലും നമുക്കപ്പോൾ ലിമിറ്റ് കൊടുത്തിട്ട് 0 to ഫസ്റ്റ് DC യുടെ ലിമിറ്റ് 0 to 5 1 into 1 by EI into DX plus 0 to 10 1 into 1 by 4EI വരും അവിടുത്തെ EI DX plus 0 to 10 1 into 1 by 4EI into DX ഇന്റഗ്രേറ്റ് ചെയ്യുക ഡയറക്ട്ലി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 by EI പുറത്തെടുക്കുക ഇന്റഗ്രൽ 1 DX എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 0 to 5 വരെ പ്ലസ് 1 by 4EI ഇന്റഗ്രൽ 1 DX വരും x 0 to 10 പ്ലസ് 1 by 4EI x 0 to 10 എന്ത് വരാ 5 by EI എക്സിന് ഞാൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് പ്ലസ് 10 by 4EI പ്ലസ് 10 by 4EI equal to 10 by EI ഇപ്പൊ കിട്ടിയത് എന്താ നമുക്ക് F33 യുടെ വാല്യൂ ആണ് അല്ലെ F33 യുടെ വാല്യൂ ഞാൻ സൈഡിൽ ഇട്ടില്ല
F33 equal to 10 by EA. ഇനി എന്താ കാണണ്ടേ നമുക്ക്? അപ്പൊ നമുക്ക് ഇപ്പൊ ഏതൊക്കെ കിട്ടി? F11 കിട്ടി, F22 കിട്ടി, F33 കിട്ടി. ഇനി നോക്കാം, നമുക്ക് F12 വേണം, F21 വേണം. ഇത് എപ്പോഴും ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്താണ്? സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പം F12 അല്ലെങ്കിൽ F21 ഇത് രണ്ടും സെയിം ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് കണ്ടാൽ മതി. അതുപോലെ F31 ഉം F13 അത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഐദർ F13 കാണാം അല്ലെങ്കിൽ F31 കാണാം. സിമിലർലി F23 ഈക്വൽ ടു F32. അപ്പം ചെയ്യുമ്പോൾ F23 കാണാം അല്ലെങ്കിൽ F32 കാണാം. അപ്പം ആകെ 6 അതായത് ഇപ്പം മൊത്തം മെട്രിക്സിൽ 9 എലമെന്റ്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് 6 സോൾവ് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. ബിക്കോസ് ഇത് സിമെട്രിക് മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയിപ്പോ എന്താ വേണ്ടേ? F12 ആണ് നമുക്ക്. F12 എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇന്റഗ്രൽ M1 into divided by EI into dx. M1ന്റെ വാല്യൂ ഓരോ എലിമെന്റിലെയും എഴുതാം, ഓരോ മെമ്പറിലെയും. ഫസ്റ്റ് മെമ്പർ 0 to 5, M1ന്റെ വാല്യൂ -x into M2ന്റെ വാല്യൂ 0 by EI into dx പ്ലസ് രണ്ടാമത്തെ മെമ്പർ CBയുടെ ലിമിറ്റ് 0 to 10, M1 M2 എന്ന് പറയുമ്പോൾ M1ന്റെ വാല്യൂ -5 into M2ന്റെ വാല്യൂ -x divided by 4EI dx plus integral 0 to 10 integral 0 to 10 M1 M2. അപ്പോൾ M1 എന്ന് പറയുന്നത് x -5 into M2 എന്ന് പറയുന്നത് -10 divided by 4EI into dx. ഇനിയിപ്പോൾ എനിക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ടേം നോക്കാം, -x into 0, എനി ടേം into 0 അത് 0 ആയി പോകും. അപ്പൊ ഈ ഫസ്റ്റ് ടേം നമുക്ക് 0 ആയി പോയി. ദെൻ രണ്ടാമത്തെ ടേം 0 to 10 -5 into -x എന്താകും? 5x. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് അല്ലേ? 5x by 4EI into dx plus 0 to 10 x minus 5 into -10. -10 by 4EIക്ക് ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പൊ ഞാൻ എന്ത് എഴുതണ്ടേ? -10 അല്ലെങ്കിൽ 10 by 4EI ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. 10 by 4EI പുറത്തേക്ക് എടുക്കുക. അപ്പൊ മൈനസ് വെച്ച് ഇതിന്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും? 5 minus x into dx. Then 5 by 4EI പുറത്തേക്ക് എടുക്കുക. ഇന്റഗ്രൽ x dx എന്ന് പറഞ്ഞാൽ x square by 2 0 to 10 then plus 10 by 4EI (5 into x minus x square by 2). 5 dx എന്ന് പറഞ്ഞാൽ 5x minus x square by 2 0 to 10 equal to x ന് ഞാൻ വാല്യൂ കൊടുക്കുകയാണ് 5 by 4EI into x എന്ന് പറയുന്നത് 10 square 100 by 2 plus 10 by 4EI into 5 into 10 minus 100 by 2. 10 square 100. ഓക്കെ, ഇതിനെ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ആൻസർ എത്ര വരും? (62.5) divided by EI. ഇതാണ് F12ന്റെ വാല്യൂ. F12 എന്ന് പറയുന്നത് 62.5 divided by EI. സെയിം സ്റ്റെപ്സ് തന്നെ. ഓക്കെ അല്ലേ?
ഇനിയിപ്പോ അടുത്ത എന്താ വേണ്ടേ നമുക്ക്? F12 കിട്ടി. ഇനി F13 അല്ലെങ്കിൽ F31 ഇതിൽ ഏതെങ്കിലും ഒന്ന് കണ്ടാൽ മതി. അപ്പൊ ഞാൻ എന്ത് കാണാൻ പോണേ? F13 കാണാൻ പോവാണ്. ഇപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? F12 കിട്ടി, F21 കിട്ടി. ഇവിടെ എടുത്തെഴുതാം. F12 ഈക്വൽ ടു F21. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് F13. അത് തന്നെയായിരിക്കും F31. അപ്പൊ F13 എന്ന് പറയുമ്പോ ആകെ മാറ്റി കൊടുക്കേണ്ടത് F13 equal to M1 M3 divided by EI into DX. ഇവിടെ M1 M3 M1 ഉം M3 ഫസ്റ്റ് മെമ്പർ A B C അവിടെ 0 to 5 M1 എന്ന് പറയുന്നത് -x into M3 എന്ന് പറയുന്നത് 1 divided by EI into DX plus 0 to 10 ഏതാണ് മെമ്പർ CB. CBയിൽ M1 എന്ന് പറയുന്നത് -5 into M3 എന്ന് പറയുന്നത് 1 divided by 4EI into DX plus 0 to 10 M1 എന്ന് പറയുന്നത് BL x minus 5 into M3 എന്ന് പറയുന്നത് 1 divided by 4EI DX. സോൾവ് ചെയ്യാൻ നേരം 0 to 5 minus x 1 by EI ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ് minus x dx plus minus 5 by 4EI അതിനെ ഞാൻ പുറത്തേക്ക് എടുക്കാം minus 5 by 4EI integral 0 to 10 1 dx plus integral 1 by 4EI നെ പുറത്തേക്ക് എടുക്കാം integral 0 to 10 x minus 5 dx 1 by EI into minus x square by 2 0 to 5 minus 5 by 4 EI 1 dx എന്ന് പറഞ്ഞാൽ x 0 to 10 plus 1 by 4 EI x നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ x square by 2 minus 5 into 5 dx എന്ന് പറഞ്ഞാൽ 5x വരും അത് എത്ര 0 to 10 വരും equal to ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 1 by EI into minus 25 by 2 minus 5 by 4 EI into x ന്റെ വാല്യൂ 10 plus 1 by 4 EI x square എന്ന് പറഞ്ഞാൽ 100 by 2 minus 50 വാല്യൂ എത്ര വരും ആരെങ്കിലും ചെയ്തിട്ട് എനിക്ക് വാല്യൂ പറഞ്ഞുതരാമോ നന്ദകൃഷ്ണ 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 ഇല്ലേ നീതുൽ യെസ് മിസ് വാല്യൂ പറയൂ മിസ് ഞാൻ ചെയ്യുന്നതാണ് മിസ് ചെയ്തിട്ട് പറയാം ഓക്കെ
മിസ് -25/EI. Okay, -25/EA. അപ്പൊ F31 or F13 equal to -25/EA. പിന്നെ ഓർമ്മ അവിടെ കണ്ടാൽ മതി ഏതൊക്കെയാ. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? F13 കിട്ടി, F31 കിട്ടി. ഇനി F23 or F31, F32 ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാം. ഏതാ ചെയ്യേണ്ടത്? F23 കാണാം. F23 equal to integral of M2 M3/EI into dx. ഓരോ മെമ്പറിനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. M2 എന്ന് പറയുന്നത് 0 ആണ്. ആദ്യത്തെ ടേം അപ്പൊ എഴുതേണ്ട കാര്യമില്ല. 0 ആയി കഴിഞ്ഞാൽ പിന്നെ അത് 0 ആയി. ദെൻ രണ്ടാമത്തെ CB എന്ന് പറയുന്നത് ലിമിറ്റ് 0 to 10 M2 M3 minus x into M3 എന്ന് പറയുന്നത് 1 divided by 4EI dx plus integral 0 to 10 M2 എന്ന് പറയുന്നത് -10 and M3 എന്ന് പറയുന്നത് 1 divided by 4EI into dx. Integrate ചെയ്യാം. 0 to 10 minus x 1/4EI ഞാൻ പുറത്തേക്ക് എടുക്കാം. 1/4EI minus x dx plus -10/4EI പുറത്തേക്ക് എടുത്തു. Integral 0 to 10 1 dx equal to 1/4EI minus x square by 2 0 to 10. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 1/4EI minus 100/2 into ആണ് minus 100/4EI into 10. ഇതിന്റെ വാല്യൂ എനിക്ക് കിട്ടുക -37.5 divided by EI. നമുക്ക് എല്ലാ ടേം ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിന്റെ എല്ലാ ടേംസും കിട്ടിയിട്ടുണ്ട്. എന്താണ്? F23 equal to F32 is equal to -37.5 divided by EI. ഞാനിവിടെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എടുത്തെഴുതാം. ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഓരോ ടേംസ് എടുത്തെഴുതാണ്. F11 എന്ന് പറയുന്നത് 125/EI. എല്ലാത്തിലും കോമൺ ആയിട്ട് ബൈ EI ഉണ്ട്. ഞാൻ ആ EIനെ പുറത്തേക്ക് എടുത്തെഴുതാണ്. 1/EI. ഫസ്റ്റ് F11 എന്ന് പറയുന്നത് 125, F22 എന്ന് പറയുന്നത് 333.33 and F33 എന്ന് പറയുന്നത് 10 and F12 എന്ന് പറയുന്നത് 62.5. അത് തന്നെയായിരിക്കും F21 എന്ന് പറയുന്നത്. ഇവിടെ എഴുതുക. Then F13 എന്ന് പറയുന്നത് -25. അത് തന്നെയായിരിക്കും F31 എന്ന് പറയുന്നത് -25. And F23 equal to F32 equal to -37.5. ഇതാണ് നമ്മുടെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? എളുപ്പമല്ലേ? കുറച്ച് ഇന്റഗ്രേറ്റ് ചെയ്യണം, ടൈം എടുക്കുന്നു മാത്രമേ ഉള്ളൂ. ഒത്തിരി ചിന്തിച്ച് വിഷമിക്കാനൊന്നുമില്ലല്ലോ ഇതില്. ഓക്കെ അല്ലേ? മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് കണ്ടുപിടിച്ചു കഴിഞ്ഞാല് പിന്നെ ചെയ്യേണ്ടത് എന്താണ്? ഇതിൽ നിന്ന് തന്നെ ഇപ്പൊ ഇത്ര ഞാൻ വായിക്കാനേ.
സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഡെൽറ്റ മെട്രിക്സ്. ഡെൽറ്റ മെട്രിക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡെൽറ്റ ജെ മൈനസ് ഡെൽറ്റ എൽ. ഡെൽറ്റ ജെ എന്ന് പറയുന്നത് സപ്പോർട്ട് കാരണം ഉണ്ടാവുന്നത്. ഇവിടെ സപ്പോർട്ടിൽ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല ക്വസ്റ്റ്യനിൽ. അപ്പം ഡെൽറ്റ ഈക്വൽ ടു മൈനസ് ഡെൽറ്റ എൽ. ഡെൽറ്റ എൽ എന്ന് പറയുന്നത് എന്താണ്? ലോഡ് കാരണം ഉണ്ടാവുന്ന മൊമെന്റ്, ഡിസ്പ്ലേസ്മെന്റ് അല്ലെ. അപ്പൊ നമ്മളിവിടെ ഇവിടെ എന്താണ്, നമ്മൾ 3 കോർഡിനേറ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട് ഇല്ലേ? വി ഡിയും എച്ച് ഡിയും എം ഡിയും. അപ്പൊ ഈ 3 കോർഡിനേറ്റിലും ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് ഡ്യൂ ടു ലോഡിനെ ഞാൻ എഫ് ഡെൽറ്റ 1L, ഡെൽറ്റ 2L ആൻഡ് ഡെൽറ്റ 3L എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. സെയിം യൂണിറ്റ് ലോഡ് മെത്തേഡ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഇത് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഡെൽറ്റ 1L എന്ന് പറഞ്ഞാല് ഇന്റഗ്രൽ എം ഇൻറ്റു M1 ഇൻറ്റു dx ബൈ EI. ഇവിടെ എന്താണ്? എക്സ്റ്റേണൽ ലോഡ് കാരണമാണ് M1 അതായത് ഫസ്റ്റ് കോർഡിനേറ്റിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ എക്സ്റ്റേണൽ ലോഡാണ് ക്യാപിറ്റൽ എം. ദെൻ M1 എന്ന് പറയുന്നത് യൂണിറ്റ് ലോഡ് ഇൻ ഡയറക്ഷൻ 1, P1ന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് ലോഡ് M1, അത് കാരണം ഉണ്ടാവുന്ന മൊമെന്റ്. ഓക്കെ. അതുപോലെ ഡെൽറ്റ 2L എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ ഓഫ് M ഇൻറ്റു എക്സ്റ്റേണൽ ലോഡ് കാരണം ദെൻ M2 ഡിവൈഡഡ് ബൈ EI ഇൻറ്റു dx. അതുപോലെ ഡെൽറ്റ 3L എന്ന് പറയുന്നത് ഇന്റഗ്രൽ ക്യാപിറ്റൽ എം ഇൻറ്റു സ്മോൾ M3 ഡിവൈഡഡ് ബൈ EI ഇൻറ്റു dx. എല്ലാം ആ യൂണിറ്റ് ലോഡ് മെത്തേഡ് തന്നെ യൂസ് ചെയ്താൽ മതി. ഈ ഒരൊറ്റ ഫോർമുല തന്നെ. ആകെ വ്യത്യാസം വരുന്നത് നമ്മൾ ഏതാണോ കാണുന്നത് അതിനനുസരിച്ച് കൊടുക്കുക. ഇപ്പം ഡെൽറ്റ കാണുന്നത് എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ലോഡ് കാരണമാണ്. നേരത്തെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് കണ്ടുപിടിക്കാൻ എല്ലാം നമ്മൾ റിഡൻഡന്റ് ഫോഴ്സ് ആണ്. അപ്പൊ നമ്മൾ എല്ലാം യൂസ് ചെയ്തത് സ്മോൾ എം മാത്രമാണ്. ദെൻ അക്കോർഡിംഗ് ടു നമ്മുടെ കോർഡിനേറ്റ് ഏതാണ്? F11 ആണെങ്കിൽ M1 M1 അങ്ങനെ. ദെൻ ഡെൽറ്റ 1L എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ലോഡ് കാരണം ഉണ്ടാവുന്നത്. അപ്പം ആദ്യത്തേത് എക്സ്റ്റേണൽ ലോഡ്. ദെൻ രണ്ടാമത് വരുന്നത് ഏത് കോർഡിനേറ്റാ? ഇവിടെ 1L ആണെങ്കിൽ അപ്പൊ M1. ദെൻ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തേത് ക്യാപിറ്റൽ എം, അത് എക്സ്റ്റേണൽ ലോഡ് കാരണം. ദെൻ 2L അല്ലേ? 2 എന്ന് പറയുന്നത് കോർഡിനേറ്റ് 2, അപ്പൊ M2. ഇതിൽ ഞാൻ ഡെൽറ്റ 1L കാണുന്നത് സ്പീഡിൽ കാണിച്ചു തരാം. ബാക്കി ഡെൽറ്റ 2L ഉം ഡെൽറ്റ 3L ഉം നിങ്ങൾ ചെയ്തു വരണം നാളത്തെ ക്ലാസ്സിന്, അടുത്ത ക്ലാസ്സിലേക്ക്. ഓക്കെ. ഡെൽറ്റ 1L എന്ന് പറയുന്നത് സ്പീഡിൽ കാണിച്ചു തരാവേ. ഡെൽറ്റ 1L എന്ന് പറഞ്ഞത് ഇന്റഗ്രൽ M1 ബൈ EI ഇൻറ്റു dx. ഇവിടെ ക്യാപിറ്റൽ എം കാരണം ഉണ്ടാവുന്ന മൊമെന്റ് ബി സിയിലും സി ബിയിലും 0 ആണ്. ആകെ ബി എയിൽ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഒരൊറ്റ ഇന്റഗ്രൽ ഉണ്ടാവാൻ മതി, അതായത് ബി എയിലെ മാത്രം ഇന്റഗ്രൽ ഉണ്ടാവാൻ മതി. അപ്പൊ എം എന്ന് പറയുന്നത് ബി എയിലെ ഈ വാല്യൂ ഇൻറ്റു M1 അല്ലേ? M1 എന്ന് പറയുന്നത് ബി എയിലെ x-5. അപ്പൊ അത് മാത്രം ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 to 10 ആകെ ബി എയിലെ മാത്രമേ വരുന്നുള്ളൂ. 111.2 x ഇൻറ്റു M3 എന്ന് പറയുന്നത് -1 ആണ്. ക്യാപിറ്റൽ എം ഇൻറ്റു സ്മോൾ M1 ഡിവൈഡഡ് ബൈ EI. ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് ബി എയിലെ 112.x. ദെൻ M1 എന്ന് പറയുന്നത് x-5 ഡിവൈഡഡ് ബൈ 4EI dx. ഇന്റഗ്രേറ്റ് ചെയ്യാൻ നേരം 0 to 10 1.2 ബൈ 4EI കോമൺ ആണ്. ഞാൻ അതിനെ പുറത്തേക്ക് എടുക്കുകയാണ്. പിന്നെ എന്തുണ്ട്? x ഇൻറ്റു x-5. അപ്പൊ x² മൈനസ് 5x ഡിവൈഡഡ് ബൈ 4EI നമ്മൾ ഓൾറെഡി പുറത്തെടുത്തു. ഓക്കെ. ഇന്റഗ്രേറ്റ് ചെയ്യുക 111.2 ഡിവൈഡഡ് ബൈ 4EI. x² ഇന്റഗ്രേറ്റ് ചെയ്താൽ x³ ബൈ 3 മൈനസ് 5 ഇൻറ്റു എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ x² ബൈ 2. എവിടെ തൊട്ട് എവിടം വരെ? 0 to 10. ഈക്വൽ ടു 111.2 ബൈ 4EI. x³ എന്ന് പറഞ്ഞാൽ 10³ 1000 ബൈ 3 മൈനസ് 5 ഇൻറ്റു 100 ബൈ 2. ഇതിന്റെ വാല്യൂ എനിക്ക് കിട്ടുന്നത് 2316.67 ഡിവൈഡഡ് ബൈ EI.
ഇതുപോലെയാണ് ഡെൽറ്റ 1L ഇപ്പൊ m ഇൻറ്റു m1 ആണെങ്കിൽ അടുത്ത 2L ആവുമ്പോ ഈ m1 പകരം m2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇവിടെ. m2 എന്ന് പറയുന്നത് എന്താ? -10. ആൻഡ് ഡി സിയിലും സിബിയിലും കാണാതിരിക്കാനുള്ള കാരണം m എന്ന് പറയുന്ന ക്യാപിറ്റൽ M 0 ആണ്. 0 മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ആ ടേം 0 ആയി കഴിഞ്ഞു. അതുകൊണ്ടാണ് BL മാത്രം കണ്ടാൽ മതി എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഡെൽറ്റ 2L ഡെൽറ്റ 3L കണ്ടുപിടിച്ചിട്ട് വരാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.